എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ സന്തോഷ് വിയലാർ. അക്ഷയ തൃതീയ ഐശ്വര്യത്തിനായി എല്ലാവരും സ്വർണം വാങ്ങാൻ തിരക്ക് കൂട്ടുന്ന സമയം. പണ്ടുള്ളവർ പറയും അക്ഷയ തൃതീയക്ക് സ്വർണം വാങ്ങിയാൽ അത് വർദ്ധിക്കുമെന്ന്. എന്നാൽ ഇന്നത്തെ കാലത്ത് സ്വർണം വാങ്ങുന്നത് എല്ലാവർക്കും ഒരുപോലെ ലാഭകരമാണോ? സ്വർണം വാങ്ങുന്നതിന്റെ ഗുണങ്ങളും സാധാരണക്കാർ അറിയാതെ പോകുന്ന വലിയ ദോഷങ്ങളും കണക്കുകൾ സഹിതം നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇത് നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തെക്കുറിച്ചാണ്. ആദ്യം നമുക്കിതിന്റെ നല്ല വശങ്ങൾ നോക്കാം. പണമില്ലാത്ത സമയത്തോ അത്യാവശ്യ ഘട്ടങ്ങളിലോ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന ഒന്നാണ് സ്വർണം. സുരക്ഷിതമായ ഒരു നിക്ഷേപമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. പൈസ കയ്യിലുള്ളവർക്ക്, അതായത് മിച്ചം വരുന്ന പണം എവിടെ നിക്ഷേപിക്കണം എന്ന് ആലോചിക്കുന്നവർക്ക് സ്വർണം വാങ്ങുന്നത് നല്ലതാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ സ്വർണത്തിന്റെ വില എന്നും കൂടി വരികയുമാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശമുള്ളത്. തുച്ഛമായ കൂലിപ്പണി എടുത്തുണ്ടാക്കിയ സമ്പാദ്യമോ അല്ലെങ്കിൽ പലയിടത്തു നിന്നും കടം വാങ്ങിയോ അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങുന്ന പാവപ്പെട്ടവർ നമ്മുടെ ചുറ്റുമുണ്ട്. ഐശ്വര്യം വരും എന്ന് കരുതി കടം വാങ്ങി സ്വർണം വാങ്ങിയാൽ സംഭവിക്കുന്നത് എന്താണ്? കടം പെരുകുക മാത്രമാണ് ഫലം. വാങ്ങിയ സ്വർണം ഏതെങ്കിലും ഫിനാൻസിലോ ബാങ്കിലോ പണയം വെക്കേണ്ടി വരുന്നു. പിന്നീട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ പലിശ അടക്കാൻ പോലും തികയാത്ത അവസ്ഥ വരുന്നു. ചുരുക്കത്തിൽ ഐശ്വര്യം വരാൻ വാങ്ങിയ സ്വർണം ഒടുവിൽ ആ കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന ബാധ്യതയായി മാറുന്നു. ഇനി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കണക്ക് നോക്കാം. ഒരു പവൻ സ്വർണത്തിന് 1,00,000 രൂപ വിലയാണെന്ന് കരുതുക. നിങ്ങൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ നൽകേണ്ടി വരുന്ന തുക ഇതാ. ഒരു പവൻ സ്വർണം 1,00,000 രൂപ. ഇതിന് കുറഞ്ഞത് 5% പണിക്കൂലി കണക്കാക്കിയാൽ 5,000 രൂപ. പണത്തിന്റെയും പണിക്കൂലിയുടെയും മേൽ 3% GST 3,150 രൂപ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതാകെ 1,08,150 രൂപ. ഇനി ഇതേ സ്വർണം നിങ്ങൾ കുറച്ചു കഴിഞ്ഞ് വിൽക്കാൻ പോയാൽ അന്ന് നൽകിയ GSTയോ പണിക്കൂലിയോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. സ്വർണ്ണവില കൂടിയാൽ പോലും വിൽക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ലാഭം കിട്ടില്ല. കാരണം വിൽക്കുമ്പോഴുള്ള വില കുറവും നികുതിയും പണിക്കൂലിയും ചേർത്താൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ പണം തിരിച്ചു കിട്ടണമെങ്കിൽ തന്നെ സ്വർണ്ണവില വൻതോതിൽ വർദ്ധിക്കണം. പലരും ചോദിക്കാറുണ്ട്, സ്വർണം വാങ്ങുന്നതാണോ ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണോ നല്ലതെന്ന്. നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിൽ കയ്യിലുള്ള ചെറിയ തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന് കൃത്യമായ പലിശ കിട്ടും. ആ പണം പണയം വെക്കേണ്ടി വരില്ല, പലിശ നൽകേണ്ടി വരില്ല. സ്വർണം ഒരു ആഭരണമായി ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങാം. എന്നാൽ ഐശ്വര്യം വരുമെന്ന് കരുതി കടം വാങ്ങി സ്വർണം വാങ്ങി വെക്കുന്നത് ഒരിക്കലും ഒരു നല്ല നിക്ഷേപമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അക്ഷയ തൃതീയ ആഘോഷിക്കൂ. പക്ഷെ കടം വാങ്ങി സ്വർണം വാങ്ങി ജീവിതം പണയപ്പെടുത്തരുത്. കയ്യിലുള്ള പണം സൂക്ഷിച്ചുപയോഗിക്കുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു കാലം ആശംസിക്കുന്നു. ഞാൻ സന്തോഷ് വിയലാർ. നന്ദി, നമസ്കാരം.